രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമൻ്റെ കഥയാണ് ഈ പുണ്യം നിറഞ്ഞ രാമായണ മാസത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെയും പാരായണ ഭാഗങ്ങൾ അതിൻ്റെ കഥാരൂപത്തിൽ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കഥകൾ കേൾക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയുകയും ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ആ സ്വരൂപത്തോടു കൂടി വന്നിരിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത് കഥകൾ കേൾക്കുന്നത്. അതിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു വച്ചിരുന്നത് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ഉലച്ചിൽ വരാനും ബാലി സുഗ്രീവനെ ആജന്മ ശത്രുവായിട്ട് കാണുകയും വളരെയധികം ഉപദ്രവിക്കുകയും സുഗ്രീവനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവസാനം ബാലി കയറാത്ത മല, അങ്ങനെ ബാലി കയറാമല എന്നറിയപ്പെടുന്ന ഋഷ്യമൂകാചലത്തിൽ അദ്ദേഹം കുറച്ച് വാനരന്മാരുമായിട്ട് പോയി താമസിക്കുകയും അവിടെ വന്നു കഴിഞ്ഞാൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ച് മരിക്കും എന്ന് മതംഗ മഹർഷിയുടെ ശാപമുള്ളതിനാൽ സുഗ്രീവൻ ആ ഋഷ്യമൂകാചലത്തിൽ വന്ന് താമസിക്കുന്നതും അവിടെ വെച്ച് രാമലക്ഷ്മണന്മാരെ പരിചയപ്പെടുന്നതും തുടർന്ന് അവർ തമ്മിലുള്ള ആ ഒരു വിരോധത്തിനുള്ള കാരണം രാമൻ ചോദിക്കുന്ന സമയത്ത് സുഗ്രീവൻ പറയുന്നതുമായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞു വച്ചിരുന്നത്. അപ്പോൾ പരസ്പരം രണ്ടുപേരും സഖ്യം ചെയ്തു. സുഗ്രീവൻ്റെ സഖ്യത്തിൽ രാമൻ്റെ ഭാര്യയായിട്ടുള്ള സീതയെ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കാം, രാവണനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാം എന്നും, അതുപോലെ തന്നെ തിരിച്ച് രാമൻ സഖ്യം ചെയ്തത് സുഗ്രീവൻ്റെ ശത്രുവായിട്ടുള്ള ബാലിയെ വധിച്ച് കിഷ്കിന്ധയിലെ രാജാവാക്കാം സുഗ്രീവനെ എന്നുമായിരുന്നു. അങ്ങനെ അവർ പരസ്പരം സഖ്യം ചെയ്തു. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, സുഗ്രീവ നീ പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ഒരു ദിവസം അങ്ങോട്ട് ചെന്ന് വിളിക്കുകയാണ് സുഗ്രീവൻ സാധാരണ ബാലി അങ്ങോട്ട് ചെന്ന് വിളിക്കുമ്പോൾ പോലും സുഗ്രീവൻ പേടിച്ച് ഇറങ്ങി വരാറില്ല. കാരണം ജ്യേഷ്ഠൻ്റെ തല്ല ഒത്തിരി കൊണ്ടിട്ടുണ്ട് ഈ സുഗ്രീവൻ. അപ്പോൾ അങ്ങനെയുള്ള സുഗ്രീവൻ, പേടിച്ചിരിക്കുന്ന ആ സുഗ്രീവൻ ഇങ്ങോട്ട് വന്ന് യുദ്ധത്തിന് വിളിച്ചപ്പോഴേക്കും അതെന്തുകൊണ്ടാണെന്ന് ബാലി ഒരു നിമിഷം ചിന്തിച്ചെങ്കിലും എന്നാലും ഇങ്ങോട്ട് വന്ന് യുദ്ധത്തിന് വിളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ബാലി ഇറങ്ങിച്ചെന്ന് യുദ്ധത്തിന് എന്നും. അങ്ങനെ ഒരു ദിവസം ആ കിഷ്കിന്ധയിൽ ചെന്നിട്ട് ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ്. ഇത് കേട്ടതും ബാലിക്ക് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് അണപൊട്ടി ഒഴുകി വരികയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സുഗ്രീവനെ ഇവനൊന്ന് ഈ ഋഷ്യമൂകാചലത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ബാലി സുഗ്രീവനെ കാലപുരിക്ക് അയക്കാനായിട്ട്. അപ്പോഴാണ് തൻ്റെ രാജ്യത്ത് വന്ന് തന്നെ വെല്ലുവിളിക്കുകയാണ് ഈ സുഗ്രീവൻ. അപ്പോൾ ബാലി നേരെ അലറിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് സുഗ്രീവനുമായിട്ട് ഗംഭീരമായിട്ടുള്ള ആ ഒരു യുദ്ധം, ഒരു മൽപ്പിടുത്തം. അങ്ങനെ ആ മൽപ്പിടുത്തത്തിൽ നന്നായിട്ട് സുഗ്രീവനിട്ട് പ്രഹരിക്കുകയാണ് ബാലി. അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധം. അവസാനം ഈ സുഗ്രീവൻ്റെ ശരീരം മുഴുവൻ ചോരയായി. അപ്പോൾ ഭഗവാൻ വൃക്ഷത്തിൻ്റെ ഇടയിൽ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിയെ നേരിട്ട് ചെന്ന്
യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല. കാരണം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ, നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ചെല്ലുന്ന ആളുടെ പകുതി ശക്തി കൂടെ ബാലിക്ക് കിട്ടും. അങ്ങനൊരു വരം ബാലിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബാലി ഒന്നാമത് ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വാനര രാജാവാണ്. ആ കൂട്ടത്തിൽ ഭഗവാൻ ആ പരബ്രഹ്മസ്വരൂപനായിട്ട് അവതരിച്ചതാണ് കൃഷ്ണാവതാരവും രാമാവതാരവും ഒക്കെ. അപ്പം ഭഗവാന്റെ ശക്തി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലി പിന്നെ ഈ ബാലിയെ ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ശക്തിക്കും ഇല്ലാണ്ടാക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ നേരിട്ട് അല്ല ബാലിയെ വധിക്കുന്നത്. കാരണം ഒരധർമ്മി ഒരിക്കലും ഈ ഭൂമിയുടെ രാജാവാകാൻ ഈശ്വരൻ സമ്മതിക്കില്ല. അപ്പോൾ അധർമ്മിക്ക് ഒരിക്കലും അങ്ങനൊരു ശക്തി കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ വൃക്ഷഷണ്ഡം മറഞ്ഞിരുന്നിട്ട് അമ്പെയ്തത്. അപ്പോൾ അങ്ങനെ മറഞ്ഞിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കാഴ്ചയിലൊക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഭഗവാന് ഇവരെ തമ്മിൽ തിരിച്ചറിയാതെ പോയി എന്നാണ് ഭഗവാൻ അതിന് കൊടുക്കുന്ന മറുപടി. അപ്പോൾ അങ്ങനെ തിരിച്ച് അവിടുന്ന് രക്തമൊക്കെ ഛർദ്ദിച്ച്, ആ സുഗ്രീവൻ രക്തമൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് പേടിച്ച് ഭയന്ന് ആ ബാലിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ ദൂരം ബാലി പിന്തുടർന്നെങ്കിലും ആ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് ശ്രീരാമനോട് കുറച്ച് ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയാണ്. എന്താണ് രാമ, ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തതറിഞ്ഞില്ല ഞാനയ്യോ. എൻ്റെ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനായിരുന്നോ നിന്റെ ഉദ്ദേശം രാമ? വധ്യനെന്നാകിലും വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിൻ തിരുവടി താൻ തന്നെ സത്യപ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. ഭഗവാനെ, ഞാൻ വധിക്കപ്പെടേണ്ടവനാണെങ്കിൽ അങ്ങ് തന്നെ ഒരു ബാണമെയ്ത് എടുത്ത് എന്നെ വധിച്ചു കളയും. അങ്ങയുടെ സത്യം പ്രമാണമായിട്ട് ആണ് ഞാനത് എടുത്തത്. അത് എനിക്കിപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് തോന്നുന്നു. ഭഗവാൻ സത്യസന്ധനാണെന്ന് ഞാൻ ഓർത്തതും അതെനിക്കിപ്പോൾ ഒരു വ്യർത്ഥമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ സുഗ്രീവൻ ശരിക്കും ആ തല്ലുകൊണ്ട് വന്നതിൻ്റെതായിട്ടുള്ള സർവ്വവിധ ദേഷ്യവും ഇവിടെ ശ്രീരാമൻ്റെ നേരെ തീർക്കുകയാണ്. അപ്പോൾ സത്യസന്ധനാണെന്ന് ഭഗവാൻ ഓർത്തത് ഭവാൻ എന്ന് ഞാൻ ഓർത്തു. അതിപ്പോൾ ഒരു അബദ്ധം പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൊല്ലണമെന്നുണ്ടായിരുന്നു എന്നെ നേരിട്ട് കൊന്നാൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് എൻ്റെ ശത്രുവിനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നത് എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭഗവാന് ഒരു അലിവ് തോന്നി. ചോദിക്കുകയാണ്, നീ ഭയപ്പെടാതെ കൂട്ടുകാരാ, എനിക്ക് നിങ്ങളുടെ ആ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ തമ്മിൽ അത് നീ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ അസ്ത്രപ്രയോഗം ചെയ്യാതിരുന്നത്. അപ്പോൾ പറയുകയാണ്, ചിത്തഭ്രമം വരായ്വാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാൻ ഇനി. അപ്പം ഞാൻ നിനക്കിനി ഒരു അടയാളം തരാം, ഞാൻ നിനക്കൊരു മാല അണിഞ്ഞു തരാം എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാകും, നിന്നെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. അപ്പം ഞാൻ തരുന്ന ഈ മാല ഇട്ടുകൊണ്ട്, ആ ഒരു അടയാളം ഇട്ടുകൊണ്ട് നീ പോയി ബാലിയെ യുദ്ധത്തിനായി വിളിച്ചോളൂ. വൃത്രവിനാശന പുത്രനാം അഗ്രജൻ മൃത്യുവശകതനെന്നുറച്ചിടുന്നീ. സത്യമിതാം അഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. അതായത് ഈ രാമൻ പറയുകയാണ്, ബാലി മരിക്കപ്പെടേണ്ടവൻ തന്നെയാണ്.
ഇത് സത്യമാണ്. രാമന്റെ വാക്കൊരിക്കലും വെറുതെ ആവില്ല സുഗ്രീവ. ബാലി വധിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. അവൻ മൃത്യുവശകതൻ തന്നെയാണ് സുഗ്രീവ. അങ്ങനെ ഒരു പുഷ്പമാല്യത്തെ സുഗ്രീവന് ചാർത്തി കൊടുക്കുകയാണ് ഭഗവാൻ. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടാൻ. അങ്ങനെ ആ ലക്ഷ്മണനാണ് ആ മാല്യം, ആ മാലയൊക്കെ അണിയിപ്പിക്കുന്നത്. എന്നിട്ട് യുദ്ധത്തിനായിട്ട് വിടുകയാണ്. ഇതിൽ നമുക്ക് ഭഗവാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അതിനകത്തൊരു യുക്തി തോന്നുന്നില്ല. കാരണം സാമാന്യം ആൾക്കാർക്ക് ആർക്കും മനസ്സിലാകും തല്ലുന്നത് ബാലിയും തല്ല് കൊള്ളുന്നത് സുഗ്രീവനുമാണ്. കാരണം ബാലി ലങ്കാധിപനായിട്ടുള്ള രാവണനെ പോലും തോൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ലോകം മുഴുവൻ ബാലിയുടെ പ്രസിദ്ധിയേറിയതാണ്. ആ ബാലി ആണ് അടിക്കുന്നതെന്നും അടികൊള്ളുന്നത് സുഗ്രീവനാണെന്നും രാമനെന്നല്ല സാമാന്യം സെൻസുള്ള എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ എന്നിട്ട് ഇവിടെ രാമൻ പറയുകയാണ്, എനിക്ക് മനസ്സിലായില്ല, നിങ്ങളെ തമ്മിൽ കണ്ടിട്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല, നിങ്ങൾ ശരീരത്തിലൊക്കെ രക്തമുള്ളതാണ്, ഞാനെങ്ങാനും മാറി അസ്ത്രം എയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അമ്പെയ്യാതിരുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭഗവാൻ അത് സുഗ്രീവനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സുഗ്രീവന് കുറച്ച് പ്രാരബ്ധം ഉണ്ടായിരുന്നു തീരാനായിട്ട്, ബാലിയുടെ അടികൊള്ളാനായിട്ട്. അപ്പം അത് തീർന്നേ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ പ്രാരബ്ധം തീരണം. അത് ഭഗവത് സാന്നിധ്യത്തിലാകുമ്പോൾ ആ പ്രാരബ്ധം വേഗം തീരും. അതുകൊണ്ടാണ് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ ഭഗവാനെ വിടാതെ പിടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ആ പ്രാരബ്ധം ആണെന്ന് മനസ്സിലാക്കി അത് സന്തോഷത്തോടുകൂടി അനുഭവിക്കും. അല്ലെങ്കിൽ എന്നും അവലാതിയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ സുഗ്രീവൻ്റെ പ്രാരബ്ധമുണ്ടായിരുന്നു. അത് തീർന്നേ പറ്റൂ രാമനിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ടാണ് രാമൻ അങ്ങനെ ഒരു യുക്തിക്ക് ഇവിടെ സുഗ്രീവനോട് പറഞ്ഞത്. അങ്ങനെ സുഗ്രീവൻ രാമൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു പുഷ്പമാല്യമൊക്കെ ധരിച്ച് വീണ്ടും ബാലിയെ ചെന്നിട്ട് യുദ്ധത്തിന് വിളിച്ചു. കിഷ്കിന്ധിയിൽ ചെന്നിട്ട് വിളിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും അങ്ങോട്ട് ക്രുദ്ധനായിട്ട് വളരെ രോഷത്തോടു കൂടി ബാലി ഇറങ്ങി വരികയാണ്. അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി പോകാനായിട്ട് അലറിക്കൊണ്ട് പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള താര ചെന്നിട്ട് കണ്ണുനീരോടെ പറയുകയാണ്, അങ്ങ് ഇപ്പോൾ പോകണ്ട എന്ന് പറയുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ചില ആശങ്കകളൊക്കെ തോന്നുന്നു, എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു ഭഗവാനെ. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ അങ്ങ് പോകണ്ട എന്ന് പറയുകയാണ്. യുദ്ധത്തിൽ പരാജിതനായിട്ട് പോയ സുഗ്രീവൻ തിരിച്ച് വീണ്ടും വന്ന് അങ്ങയെ യുദ്ധത്തിന് വിളിക്കാനായിട്ട് കാരണം എത്രയും ശക്തിയുള്ള ഒരു കൂട്ടുകാരൻ, ഒരു മിത്രം അവനുണ്ട്, പിന്തുണ എന്ന് നിർണയമാണ്. അപ്പൊ ബാലി താരയോട് പറയുകയാണ്, എന്തിനാണ് സുന്ദരി നീ ഇങ്ങനെ വിഷമിക്കണേ, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, നീ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേ, നീ ഒരു കാര്യം നീ ഒന്ന് മനസ്സിലാക്കണം താരേ, ബന്ധുവായ ആരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ. ഇനി അവന് ബന്ധുവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് വൈരം ശത്രുത ഉണ്ടാകാനായിട്ട് എന്താണ് കാരണം? അങ്ങനെ ഞാനും വേറൊരുത്തനുമായിട്ട് ശത്രുത ഇല്ലല്ലോ. അപ്പം പിന്നെ അവനാരെങ്കിലും ബന്ധുക്കൾ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനതിനകത്തൊരു വിഷമിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്,
ബന്ധുവായിട്ട് ആരെങ്കിലും ഇനി അവൻ ഉണ്ടെങ്കിൽ തന്നെ ഹന്തവ്യൻ എന്നാൽ അവനും അറിയാം. നീ ആരെങ്കിലും നീ പറഞ്ഞതുപോലെ തന്നെ അവന് മിത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവനും താമസിയാതെ തന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കും എന്നാണ് പറയുന്നത്. അവനെ ഞാൻ കൊല്ലും എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാണ്, ഈ ശത്രുവായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഈ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടിട്ട് വീരനായിട്ടുള്ള ഏതെങ്കിലും ഒരു പുരുഷന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഭീരുമായ ഉള്ളിൽ അടച്ചതു ചൊല്ലു നീ, വൈരിയെ കൊന്ന് വിരവിൽ വരുവാൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കുന്ന നീ വല്ലഭയം. അങ്ങനെ ഒരു വീരനായിട്ട് ഒരു പുരുഷന് വേറൊരാൾ വന്നിട്ട് വീടിന് മുമ്പിൽ വന്നിട്ട് യുദ്ധത്തിനായിട്ട് വിളിക്കുമ്പോൾ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അത് എൻ്റെ അഭിമാനത്തിന് സമ്മതിക്കില്ല താരെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അവന് യുദ്ധത്തിന് പോവുകയാണ്, അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ താര വീണ്ടും കണ്ണുനീരോടുകൂടി പറയുകയാണ്, അങ്ങ് ഒരു കാര്യം കേൾക്കണം. നമ്മുടെ പുത്രൻ അംഗദൻ നായാട്ടിനായിട്ട് കാട്ടിൽ പോയ സമയത്ത് ഒരു വൃത്താന്തം കേട്ടത് എന്നോട് പറഞ്ഞായിരുന്നു. അത് കേട്ടിട്ട് അങ്ങ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കൂ, പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനിച്ചു എന്ന് പറയുകയാണ്. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ, ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാൻ ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ പറയുകയാണ്. ദശരഥ പുത്രനായിട്ടുള്ള അയോധ്യയുടെ അധിപനായിട്ടുള്ള ദശരഥന്റെ പുത്രനായിട്ടുള്ള രാമൻ അദ്ദേഹത്തിൻ്റെ അനുജനോടും കൂട്ടി ലക്ഷ്മണനോടും കൂട്ടി ലക്ഷ്മി സമയമായിട്ടുള്ള സീതയോടും കൂട്ടി ദണ്ഡകാനനത്തിൽ തപസ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ദുഷ്ടനായിട്ടുള്ള ആ രാവണ രാക്ഷസൻ വന്നിട്ട് ആ ശ്രീരാമൻ്റെ പത്നി സീതയെ കെട്ടുകൊണ്ടുപോയി. അപ്പം അന്ന് മുതൽ ഈ ലക്ഷ്മണനോടും കൂടിയിട്ട് അവളെ അന്വേഷിച്ച് ഋഷ്യമുഖാചലത്തിൽ അങ്ങനെ അവരന്വേഷിച്ച് ഋഷ്യമുഖാചലത്തിൽ വന്നു. അങ്ങനെ ആ സുഗ്രീവനെ കണ്ടു. മിത്രമായി വാഴാം എന്ന് പരസ്പരം അന്യോന്യം അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്തു. എന്നിട്ട് രണ്ടുപേർക്കുമുള്ള ദുഃഖത്തിൻ്റെ ശാന്തി വരുത്തുവാനായിട്ട് രണ്ടുപേരും പരസ്പരം തീരുമാനിച്ചു. ആ വൃത്രാരിപുത്രനെ കൊന്നു, അതായത് ആ ബാലിയെ കൊന്നിട്ട് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പാൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തത് രാഘവൻ. അപ്പോൾ ഈ ബാലിയെ കൊന്നിട്ട് കിഷ്കിന്ധയിലെ രാജാവായിട്ട് സുഗ്രീവനെ അഭിഷേകം ചെയ്തു കൊള്ളാം എന്നുള്ളൊരു വരം, അങ്ങനെ ഒരു സഖ്യം രാമൻ സുഗ്രീവനോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാഘവൻ. ആ സമയത്ത് അർക്കതനെ, അതായത് ആ സുഗ്രീവനും പറയുകയാണ്, അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവാനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തതു വന്നത് ഇപ്പോൾ അത് കൊണ്ടു തന്നെ അവൻ. അപ്പോൾ സുഗ്രീവൻ തിരിച്ചു പറഞ്ഞത്, വാക്കുകൊടുത്തത് സീതാദേവി എവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുത്തുകൊള്ളാം, രാവണവധത്തിനായിട്ട് സഹായിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്താ പറയുക, വൈരം നിന്റെ ശത്രുതയെല്ലാം കളഞ്ഞിട്ട് സുഗ്രീവനെ സ്വൈര്യമായിട്ട് വാഴാനായിട്ട് അനുവദിക്കണം എന്ന് പറയുകയാണ്. യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗതം രാജ്യം കുലഞ്ചതേ.
ബാലി അങ്ങ് പോയി ആ രാമനെ ശരണമായി പ്രാപിക്കൂ, അങ്കദനോടും കൂടി. എന്നിട്ട് പക്ഷെ ബാലി ഇതിലൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ കാലുവരെ പിടിച്ച് താര നമസ്കരിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബാലിക്കൊരു സങ്കടമായി. അപ്പോൾ ബാലി താരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, സ്ത്രീ സ്വഭാവം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ഭയമൊക്കെ തോന്നുന്നത്, നിനക്കിങ്ങനെ പേടി തോന്നുന്നത്. എന്തിനാണ് ഭയം? വല്ലഭേ കേൾക്ക, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എനിക്കൊന്നും സംഭവിക്കുകയില്ല, എൻ്റെ ബലം നിനക്ക് അറിയുന്നതല്ലേ, നീ ഇങ്ങനൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ താരയെ കെട്ടിപ്പുണർന്നുകൊണ്ട് ബാലി വീണ്ടും പറയുകയാണ്, ഇനി ശ്രീരാമലക്ഷ്മണന്മാർ വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അവര് മറ്റാരോടും ചേരില്ല, അവര് എന്നോട് മാത്രമേ ചേരുകയുള്ളൂ. ഇനി രാമനെ സ്നേഹം എന്നോളമില്ല മറ്റാർക്കുമേ. നീ എന്താ വിചാരിച്ചിരിക്കണേ രാമനെ കുറിച്ച്? ഈ രാമനോട് എന്നെ പോലെ സ്നേഹം ഈ ഭൂമിയിൽ മറ്റൊരാർക്കും ഇല്ല. എനിക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട് രാമനോട്. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരാപഹരണാർത്ഥമെന്നു കേൾപ്പുണ്ട് ഞാൻ. ഈ രാമനായിട്ട് ഇവിടെ വന്ന് അവതരിച്ചിരിക്കുന്ന ആരാ നിനക്ക് അറിയാമോ? ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് പ്രിയ. എന്നിട്ട് എന്തിനാന്നറിയാമോ രാമനായിട്ട് മഹാവിഷ്ണു ഇവിടെ വന്ന് അവതരിച്ചിട്ടുള്ളത്? ഈ ഭൂമിയിലെ ദുഷ്ടന്മാരെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഭൂഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് താര പറയുകയാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. ഭഗവാൻ അങ്ങനെ പക്ഷഭേദമൊന്നും ഇല്ല താരേ. എന്നിട്ട് പറയണം, നിർഗുണൻ ഏകൻ ആത്മാരാമൻ ഈശ്വരൻ, സർവ ജീവജാലങ്ങളുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ആ രാമനാണ്. തച്ചരണാംബുജെ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവാൻ മൽഗൃഹത്തിങ്കലുപകാരവും മേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ. ആ ഭഗവാന്റെ ചരണാംബുജങ്ങളില് ഞാൻ വീണ് നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുപോരും. എന്നെക്കൊണ്ടാണ് രാമന് സുഗ്രീവനേക്കാളും അധികം ഉപകാരമുണ്ടാവുന്നത്. തന്നെ ഭജിക്കുന്നവരെ, തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ, തന്നെ പൂജിക്കുന്നവരെ, ഭജിക്കുന്നവരെ ഭഗവാൻ, പരമാത്മാവായിട്ടുള്ള ആ ഭഗവാൻ ഒരിക്കലും കൈവെടിയുകയില്ല. ഭക്തി ഗമ്യനാണ് ഭഗവാൻ. പരമേശ്വരൻ വല്ലഭേ, പരമമായിട്ടുള്ള ഈശ്വരനാണ് വല്ലഭേ. നീ ഒന്ന് നോക്കൂ, ഭഗവാനോടുള്ളത്രയും ഭക്തി എന്നോളം മറ്റൊരാൾക്കുമില്ല പ്രിയേ. ഇന്ന് നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഭഗവാൻ ഒരിക്കലും പക്ഷാഭേദം ഭഗവാൻ ഇല്ല. അതുകൊണ്ട് നിന്റെ ഈ കണ്ണുനീരൊക്കെ നീ തുടച്ചു കളയൂ. എന്തിനാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വളരെ ആശ്വസിപ്പിക്കുകയാണ് ആ ബാലി. തുടർന്ന് ആ യുദ്ധത്തിന് പോകാനായിട്ട് ബാലി ഒരുങ്ങുകയാണ്. അപ്പോൾ താരയ്ക്ക് വീണ്ടും സങ്കടം, കണ്ണുനീരോടുകൂടി വന്നിട്ട് വീണ്ടും പറയുകയാണ്, പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുനില്ലെന്ന് അണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. അങ്ങനെ ആ ബാലി ചാടി ആ പല്ലൊക്കെ കടിച്ചുകൊണ്ട് അലറി ചെന്ന് സുഗ്രീവനെ യുദ്ധത്തിന് ആയിട്ട് രണ്ടുപേരും യുദ്ധം ആരംഭിച്ചു. രണ്ടുപേരും മുഷ്ടി ചുരുട്ടിയ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിച്ചു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്.
അതായത് രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുമ്പോൾ, രണ്ട് സമുദ്രങ്ങളെ യുദ്ധം ചെയ്ത എങ്ങനെയാണോ അതുപോലെ ഇത്തവണ സുഗ്രീവന് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. സുഗ്രീവൻ ഭഗവാന്റെ ആ കൈകൊണ്ട് സുഗ്രീവന്റെ ശരീരത്തിലുള്ള ആ ബാലി ഏൽപ്പിച്ച ആ ക്ഷതങ്ങളൊക്കെ മാറ്റിയതിൽ പോലെ സുഗ്രീവൻ 10 മടങ്ങ് ഇരട്ടി ബലത്തോടു കൂടിയാണ് ബാലിയോട് യുദ്ധം ചെയ്യുന്നത്. ഒരു പുതുജീവൻ കിട്ടിയതുപോലെ, പുതിയ ശക്തി കിട്ടിയതുപോലെ ബാലിയെ മുഷ്ടിയുദ്ധം ചെയ്യുകയാണ് ബാലിയുമായിട്ട്. ബാലിയും വിട്ടുകൊടുക്കുന്നില്ല. അപ്പം രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുതുന്ന പോലെ, രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ പൊരും പോലെയും, രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ എങ്ങനെയാണോ അതുപോലെ ആണ് ഇവര് യുദ്ധം ചെയ്യുന്നത്. അതായത് കാലനും കാലകാലൻ താനുമുള്ള പോര്, ആ രീതിയിലാണ് ബാലി സുഗ്രീവ യുദ്ധത്തിനെ ദേവന്മാർ പോലും പുകഴ്ത്തിയത്. എന്നിട്ടോ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ മാല, സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും നമ്മിലെങ്കിലും ഭേദിച്ചിത് അർക്കതനേന് വിഗ്രഹം. അപ്പോൾ അച്ഛൻ കൊടുത്തൊരു മാല, അതായത് തൻ്റെ അച്ഛനായിട്ടുള്ള ഇന്ദ്രൻ്റെ പുത്രനാണ് ആര്? ബാലി. അപ്പോൾ ബാലിക്ക് തൻ്റെ അച്ഛൻ കൊടുത്ത ഒരു മാലയുണ്ട്. അപ്പോൾ ഈ മാല ഇട്ടുകൊണ്ട് ആരോട് യുദ്ധത്തിന് പോയാലും ആളുടെ പകുതി ബലം ബാലിക്ക് കിട്ടും, നേരിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ. അച്യുതൻ നൽകിയ മാല സുഗ്രീവനുമുണ്ട്. അപ്പൊ അച്യുതൻ നൽകിയിട്ടുള്ള ഒരു മാല സുഗ്രീവനുമുണ്ട്. അപ്പം രണ്ടുപേരും തമ്മിൽ ഭേദമില്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്തുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുഗ്രീവന്റെ ശരീരത്തിൽ ചെറിയൊരു തളർച്ചയും ക്ഷീണവും ഒക്കെ ബാധിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വളരെ കരുണയോടുകൂടി, എന്താണ് രാമ അസ്ത്രം എയ്യാത്തത്, ഞാനിവിടെ തല്ലുമേടിക്കുന്നത് നീ കാണുന്നില്ലേ എന്നുള്ള രീതിയിൽ, ഈ ബാലിയുടെ പ്രഹരങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത് നീ കാണുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ കരുണയോടുകൂടി രാമനെ ഒന്ന് നോക്കി സുഗ്രീവൻ. വളരെ തളർച്ചയുണ്ടെന്ന് കണ്ടു സുഗ്രീവന് ബാലിയുടെ ആ ഒരു മുഷ്ടിപ്രയോഗം കൊണ്ട്. അപ്പോൾ വളരെ കാരുണ്യം തോന്നി അവനോട്. അങ്ങനെ വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശോ മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തോ വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മാറയച്ചരുളീടിനാൻ. അപ്പോൾ സുഗ്രീവനോടൊരു കാരുണ്യം തോന്നിയിട്ട് ഭഗവാൻ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ആ ബാലിയുടെ വക്ഷപ്രദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് മഹേന്ദ്രം എന്ന് പറഞ്ഞൊരു അസ്ത്രം വലിച്ച് ആ ബാലിയുടെ മാറ് ലക്ഷ്യമാക്കി അയച്ചു. അങ്ങനെ ഭഗവാന്റെ അസ്ത്രം ബാലിയുടെ നെഞ്ച് തുളച്ച് കയറിയതും ബാലി ഒന്ന് അലറിക്കൊണ്ട് പുറകോട്ട് അടിച്ച് വീഴുകയാണ്. ആ ബാലിയുടെ വീഴ്ചയുടെ ശക്തി കൊണ്ട് ഭൂമിദേവി പോലും ഒന്ന് വിറച്ചു. അത്ര ശക്തിയായിരുന്നു ബാലിയുടെ ആ വീഴ്ചയ്ക്ക്. ഇത് കണ്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ആ ഹനുമാൻ സ്വാമി. ആ ഭഗവാന്റെ ആ അസ്ത്രം കൊണ്ട് ഒരു നിമിഷം ഒന്ന് മോഹാലസ്യപ്പെട്ടെങ്കിലും മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്ന് നോക്കിയിടാൻ ബാലിയും പെട്ടെന്ന് തന്നെ ബാലിയുടെ ആ ഒരു ക്ഷീണമൊക്കെ മോഹാലസ്യമൊക്കെ പതുക്കെ ഒന്ന് വിട്ടിട്ട് പെട്ടെന്ന് ബാലി നോക്കിയത് ആരാണ് എന്നെ ഈ മറഞ്ഞിരുന്ന് അസ്ത്രമെയ്തതെന്ന് നോക്കിയപ്പോൾ അതാ കാണായതഗ്രേ രഘൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തുണീരവും മൃദുസ്മേരവദനവും ചാരു ജടാമകുടം പൂണ്ടിടംപെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയുമുണ്ടായ കോപഖേദാകുല ചേതസ. അപ്പോഴാണ് നോക്കുമ്പോൾ ആ ദൂരത്തായിട്ട് ഭഗവാനെ കാണുന്നു.
ഒരു കയ്യില് അസ്ത്രവും ഒരു കയ്യില് ചാപവും പിടിച്ച് എന്താ പറയുക, ആ മാൻതോലുമൊക്കെ ധരിച്ച് അവനാഴിയും മാത്രമല്ല ഭഗവാന്റെ ഒരു മൃദുസ്മേരമതനവും ഭഗവാന്റെ ഒരു പുഞ്ചിരി കലർന്ന ആ ഒരു മുഖഭാവവും ആ ജടാമകുടം, ആ ജടയൊക്കെ ഇങ്ങനെ ആ മുടിയിൽ കെട്ടിവെച്ചിട്ട് ആ ഒരു തേജസ്സും ആ ഒരു ചൈതന്യവും ഭഗവാന്റെ ആ ഒരു തിരുമുഖത്തിൻ്റെ ആ ഒരു ജടയുടെ ചൈതന്യം, ആ ഒരു തേജസ് ഒക്കെ ഇങ്ങനെ കണ്ടു ബാലി. മാത്രമല്ല ഭഗവാന്റെ ആ മാറിടത്തിങ്കില് വനമാലയും പൂണ്ടു. ഭഗവാൻ ആ വനമാലകളൊക്കെ അണിഞ്ഞിട്ട് ദൂർവാതല ഛവി പൂണ്ട ശരീരവും, അതായത് ഭഗവാന്റെ എന്താ പറയുക, ദൂർവാതല ഛവി എന്ന് പറഞ്ഞാൽ ആ കറുകപ്പല്ലിന്റെ ശോഭ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ശരീരത്തോടു കൂടി തൻ്റെ അടുത്തായിട്ട് സേവിക്കുന്ന രൂപത്തിൽ ലക്ഷ്മണനും സുഗ്രീവന്മാരെയും ഇടത്തും വലത്തും ഭഗവാന്റെ രണ്ട് സൈഡിലുമായിട്ട് കണ്ട് ഉണ്ടായ കോപത്തോടുകൂടി ചോദിക്കുകയാണ്. ഖേദാകുല ചേതസ, ഒരു ഖേദത്തോടുകൂടി ചോദിക്കുകയാണ്, കോപവുമുണ്ട്. എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതു, എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. എന്താണ് രാമ നിന്നോട് ഞാൻ പിഴച്ചത്? നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് രാമ ചെയ്തത്? എന്തിനാണ് എന്നെ കൊല ചെയ്തത്? വെറുതെ നീ. ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ രാമ, പിന്നെ നീ എന്തിനാണ് എന്നെ കൊന്നത്? വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു, രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. വ്യാജേന, കള്ളന്മാരെ പോലെ ചോരധർമ്മത്തെയും കൈക്കൊണ്ട്, ആ കള്ളന്റെ ഒരു ധർമ്മമുണ്ട്, നേരല്ലാത്തൊരു വഴി, ആ ഒരു ധർമ്മത്തെ കൈക്കൊണ്ടിട്ട് രാജധർമ്മം എന്ന് പറഞ്ഞാൽ സത്യവും ധർമ്മവും നീതിയും ന്യായവും നടപ്പിലാക്കേണ്ട രാജാവ് ഒരു ചോരന്മാരെ പോലെ, കള്ളന്മാരെ പോലെ രാജധർമ്മത്തേക്ക് വെടിഞ്ഞതെന്താണ് രാമ? എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക, രാജകുലോത്ഭവനല്ലോ നീ. നിനക്ക് എന്ത് കീർത്തിയാണ് ഇതുകൊണ്ട് നീ നേടിയത്? നീ ചിന്തിക്കൂ രാമ. നീ രാജകുലോത്ഭവനല്ലേ, രാജകുലത്തിൽ ജനിച്ചവനല്ലേ നീ. ഈ ധർമ്മങ്ങളെല്ലാം നിനക്ക് അറിയുന്നതല്ലേ രാമ. ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും വേദാന്തങ്ങളും പഠിച്ചവനല്ലേ രാമ നീ. രാജശാസ്ത്രങ്ങൾ നീ പഠിച്ചതല്ലേ, ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചതല്ലേ. നിനക്ക് എന്ത് കീർത്തിയാണ് ഇതിൽ നിന്ന് ലഭിച്ചത്? നീ രാജകുലോത്തമനല്ലേ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും. നീ വീരനാണെന്ന് ജനങ്ങൾ കീർത്തിക്കണമെങ്കിൽ നേരെ പൊരുതി ജയിക്കണം. നീ എൻ്റെ നേരെ നിന്നിട്ട് എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കണം. അതാണ് വീരധർമ്മം, വീരന്റെ ധർമ്മം എന്ന് പറയുന്നത്. നീ ചെയ്തത് വീരധർമ്മമല്ല രാമ, നീ ചെയ്ത ചോരധർമ്മമാണ് എന്നാണ് പറയുന്നത്. എന്തൊന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. സുഗ്രീവനെ കൊണ്ട് നിനക്ക് എന്താണ് ലഭിക്കുന്നത്? ഇനി എന്നെ കൊണ്ട് നിനക്ക് എന്താണ് ലഭിക്കാത്തത്? രക്ഷോവരന്തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു, നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ലേ.
രക്ഷോവരൻ, അതായത് ആ രാക്ഷസൻ അങ്ങയുടെ ആ പത്നിയെ കട്ടുകൊണ്ടുപോയതിന് ഈ സുഗ്രീവനെ അങ്ങ് ശരണമായിട്ട് പ്രാപിച്ചു. അങ്ങ് സുഗ്രീവനെ എൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ആ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത് സുഗ്രീവനുമായിട്ട് കൂട്ടുണ്ടാക്കി ഭഗവാനെ അവിടുന്ന് നിഗ്രഹിച്ചു എന്നെ. പക്ഷേ എൻ്റെ വിക്രമം, എൻ്റെ പരാക്രമം അങ്ങ് കേട്ടിട്ടില്ലേ രാമ? അങ്ങ് കേട്ടറിയുമല്ലോ ഞാൻ എന്നെക്കുറിച്ച്. ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ആരാണ് അറിയാത്തത് രാമ? ഈ മൂന്ന് ലോകത്തിലും വീരനായിട്ടുള്ള എൻ്റെ ബാഹുപരാക്രമം, എൻ്റെ ഈ കൈക്കരുത്ത്. ഈ മൂന്ന് ലോകത്തിലും ഈ ബാലിയെ അറിയാത്തവരായിട്ട് ആരാണ് രാമ ഉള്ളത്? ഇത്രയും കൈക്കരുത്തുള്ള, ഇത്രയും ബാഹുപരാക്രമമുള്ള മറ്റാരാണുള്ളത് രാമ? ഇത് നിനക്കറിയുന്നതല്ലേ? മൂന്ന് ലോകത്തിലും എൻ്റെ പരാക്രമം പ്രസിദ്ധമല്ലേ എന്ന് ചോദിക്കുകയാണ്. ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനുമാതരാൽ. ലങ്കാപുരത്തെ മാത്രമല്ല രാമ, ത്രികൂടമൂലത്തോടുകളും, ത്രികൂട പർവ്വതത്തിന്റെ മുകളിലാണ് ലങ്കാ മഹാരാജ്യം സ്ഥിതി ചെയ്യുന്നത്. ആ ത്രികൂട പർവ്വതത്തെ ആ മൂലത്തോട്, അതിൻ്റെ വേരോടുകൂടി ഞാൻ എടുത്തുകൊണ്ടുവന്ന് ദശാസ്യനോടും കൂടി ആ രാവണനോടും കൂടി ബന്ധിച്ചിട്ട് എനിക്ക് കൊണ്ടുവരാനായിട്ട്, നിന്റെ കാൽക്കൽ വയ്ക്കാനായിട്ട് രാമ അരനാഴിക മതിയായിരുന്നു രാമ. ലങ്കാപുരത്തെ ത്രികൂട മൂലത്തോടും കൂടി രാവണനെ കൂടി ബന്ധിച്ച് നിന്റെ കാൽപാദത്തിൽ വയ്ക്കാൻ അരനാഴിക മതി രാമ എനിക്ക്. ധർമ്മിഷ്ഠനെന്നു ഭവാനി ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തൊന്നു ലഭിച്ചതിതുകൊണ്ടോ നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതു ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തൊന്നു പറക നീ. രാമ, ധർമ്മിഷ്ഠൻ എന്നാണ് ഭവാനെ അവിടുന്ന് ലോകത്തില് പറയുന്നത്. ധർമ്മിഷ്ഠനാണെന്നാണ് ഭഗവാനെ പറയുന്നത്. എന്നെ ഇങ്ങനെ കാട്ടാളനെ പോലെ ഈ ഒരു വാനരനെ ചതി ചെയ്ത് കൊന്നിട്ട് എന്തൊരു ധർമ്മമാണ് നീ ഇവിടെ നേടിയത്, എന്തൊരു ധർമ്മമാണ് നീ ഇവിടെ പുലർത്തിയത് രാമ. വാനരത്തെ ചതി ചെയ്ത് കൊന്നിട്ടൊരു മാനമുണ്ടായത് എന്തെന്ന് പറക നീ. ഈ ഒരു വാനരനെ ചതിച്ച് കൊന്നിട്ട് നിനക്കെന്താ അഭിമാനമാണ് രാമ ഉണ്ടായത്? വാനരമാംസം അഭക്ഷ്യമത്രേ ബത മനസ്സേ തോന്നിയതെന്തിനു ഭൂപതേ. ഈ വാനരന്റെ മാംസം അഭക്ഷ്യമാണ്, ഇത് ഭക്ഷിക്കാൻ പോലും കൊള്ളില്ലല്ലോ. പിന്നെയും നിന്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെ തോന്നിയത്? ഭൂപതേ, ഈ ഭൂമിയുടെ പതിയായിട്ടുള്ള ഭഗവാനെ എങ്ങനെ തോന്നിയത്? ഇതിൽ നിന്ന് നിനക്ക് എന്ത് കീർത്തിയാണ് ലഭിച്ചത്? ആരാണ് എൻ്റെ പരാക്രമം അറിയാത്തത് ഈ മൂന്ന് ലോകത്തിലും? നീ ഒന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ രാമ, ആ രാവണനെ ത്രികൂട മൂലത്തോടുകൂടി, ആ ത്രികൂട പർവ്വതത്തിന്റെ ചുവടോടുകൂടി രാവണനെയും ബന്ധിച്ച് ഞാൻ നിന്റെ കാൽക്കൽ കൊണ്ട് വയ്ക്കുമായിരുന്നല്ലോ രാമ. വാനരമാംസം ഭക്ഷിക്കാൻ പോലും കൊള്ളില്ലല്ലോ രാമ. പിന്നെ എന്തിനാണ് ഭൂപതേ ഇങ്ങനെ ചതിച്ച് എന്നെ കൊന്നത്? ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങള് ബാലി
രാമനോട് ചോദിക്കുകയാണ്. ഇനി അതിനൊക്കെ ഭഗവാന്റെ മറുപടി പറയുകയാണ്. ഭഗവാന്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം, ആ ഒരു ഹൃദയത്തിൻ്റെ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സനാതന ധർമ്മത്തിലല്ലാതെ മറ്റേതൊരു ധർമ്മത്തിലുണ്ട് ആരാധിക്കുന്ന ഈശ്വരനെ നേരിട്ട് നിന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തത് ഈ സനാതന ധർമ്മത്തിൽ മാത്രമാണ്. അതാണ് ലോകം എങ്ങും പുകഴ്പെറ്റത് സനാതന ധർമ്മം. താൻ ആരാധിക്കുന്ന ഈശ്വരനെ നേരിട്ടെന്ന് ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ഒരു ഭക്തൻ, ഒരു സാധാരണ ഒരു വാനരൻ. മറ്റ് ഏത് മതത്തിലുണ്ട് ഇങ്ങനെ ഈശ്വരനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്? അതാണ് സനാതന ധർമ്മത്തിന്റെ മഹിമ. ലോകമെങ്ങും സനാതന ധർമ്മവും രാമായണവും ചർച്ച ചെയ്യാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ രാമൻ പറയുന്ന മറുപടി വാക്കുകള് കൊത്തിവെക്കപ്പെടേണ്ട വരികളാണ്. ഓരോ മാനവന്റെയും ഹൃദയത്തിൽ എന്നും ഉണ്ടാവേണ്ട വരികളാണ്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എല്ലാ ദിവസവും 1 മണിക്കൂർ രാമായണം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഒരു തലമുറ എത്ര ധർമ്മത്തോടും എത്ര നീതിയോടും കൂടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുമായിരുന്നു. ഇവിടെ രാമൻ പറയുകയാണ്, ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നത് നീളെ ഞാൻ. ബാലി, ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാന് ആയുധവുമായിട്ട് ഈ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ആയുധം എടുത്തിരിക്കുന്നത് ഇവിടെ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബാലി. പാവിയായൊരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ. പറയുകയാണ്, പാപിയായിട്ടുള്ള അധർമ്മിഷ്ഠനായിട്ടുള്ള നിന്റെ പാപം കളഞ്ഞ്, നിന്റെ പാപം കളയണം. മാത്രമല്ല ഇവിടെ ധർമ്മത്തെ നടത്തണം. അതിനുവേണ്ടി തന്നെയാണ് ബാലി നിന്നെ വധിച്ചത്. ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ കരുതല ഭക്തനോടുള്ളത്. നിന്റെ പാപം കളയണം, അതിനു വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തില് ബാലി ഒരു ഭക്തനല്ലെങ്കിൽ ബാലി എങ്ങനെയോ മരിക്കും, ബാലിയുടെ പാപവും പോകില്ല, ബാലിക്ക് മുക്തിയും ലഭിക്കില്ല. ബാലി വീണ്ടും വന്ന് ജനിക്കേണ്ടതായിട്ട് വരും. പറയാണ്, നിന്റെ പാപം കളയണം. മാത്രമല്ല ഇവിടുത്തെ ധർമ്മത്തെ, ഇവിടെ ധർമ്മം നടത്തണം. മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുപെടോ. മോഹബദ്ധനായിട്ട് നിന്നെ നീ ഏതും അറിഞ്ഞില്ലല്ലോ ബാലി. നിന്നെ നീ അറിയാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു. ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി. താപം അവർക്കതിനാലേ വരുമല്ലോ. പറയുകയാണ്, പുത്രി, സഹോദരി, ഭഗിനി, സഹോദര ഭാര്യ, അതായത് ജ്യേഷ്ഠന്റെയും അനുജന്റെയൊക്കെ ഭാര്യമാര്, പുത്രനും കളത്രവും മാതാവുമേതുമേ, പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു. ചേതസി മനസ്സിൽ മോഹാൽ, അതായത് ആ മായ കൊണ്ട് പരിഗ്രഹിക്കുന്നവൻ, ഉപേക്ഷിക്കുന്നവൻ, പാപികളിൽ വച്ചുമേറ്റം മഹാപാപി. താപം
അവർക്കതിനാൽ അവനുള്ള ശിക്ഷ അവർക്കുണ്ടാവും. പുത്രിയും സഹോദരിയും സഹോദരന്മാരുടെ ഭാര്യമാരും, ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന് അമ്മയാണ്, അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന് അമ്മയാണ്. അപ്പോൾ ഇതൊക്കെ വിസ്മരിക്കുന്നവരെ പാപികളിൽ വെച്ച് ഏറ്റവും മഹാപാപിയാണ് ബാലി. അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ ബാലി. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. വീണ്ടും പറയുകയാണ് രാമൻ, മര്യാദ നീക്കി നടക്കുന്നവർകളെ, ധർമ്മവും മര്യാദയും സത്യവും നീതിയും ഇല്ലാതെ നടക്കുന്നവരെ, ശൗര്യമേറും നല്ല ബലവും കരുത്തുമുള്ള നൃപന്മാർ രാജാക്കന്മാർ അവരെ വധിക്കും നിഗ്രഹിച്ചഥ. എന്നിട്ടോ ധർമ്മസ്ഥിതി വരുത്തും. ഇവിടെ ധർമ്മം എന്താണോ അത് ഇവിടെ ഈ ധരണീതലെ ഈ ഭൂമിയിൽ ആ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടെങ്കിൽ ആ ധർമ്മം ഇവിടെ പുനഃസ്ഥാപിക്കും. നിർമ്മലാത്മാ നിരൂപിക്ക മാനസ. ഇപ്പം നീ നിർമ്മലാത്മാവായി എൻ്റെ അസ്ത്രം കൊണ്ടതുകൊണ്ട്. അപ്പം അതുകൊണ്ട് മര്യാദ നീക്കി നടക്കുന്നവർകളെ നല്ല കരുത്തുള്ള രാജാക്കന്മാര് നിഗ്രഹിക്കും. എന്നിട്ട് ഇവിടെ ധർമ്മസ്ഥിതി വരുത്തും. അത് നീ ഓർക്കൂ ബാലി. ഞാൻ അയോധ്യാധിപതി, ഈ ഭൂമിയുടെ ചക്രവർത്തി രാമൻ, അതുകൊണ്ട് ഞാൻ നിന്നെ വധിക്കുന്നു. കാരണം അനുജനെ തല്ലി രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയത് നിന്നെ വധിക്കാനുള്ള കുറ്റമല്ല, അതിനുള്ള കുറ്റമില്ല. പക്ഷേ സ്വന്തം അമ്മയെ പോലെ കാണേണ്ട അനുജന്റെ ഭാര്യയെ നീ ബലാത്കാരേണ പ്രാപിച്ചതാണ് നീ ചെയ്ത ഏറ്റവും വലിയ അധർമ്മം. ആ അധർമ്മത്തിന് രാജാവ് കൊടുക്കുന്ന ശിക്ഷ വധശിക്ഷ. അതാണ് ഞാൻ നിനക്ക് തന്നത്. ഇന്ന് കോടതി അമ്മയെ പ്രാപിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷ വധശിക്ഷ. അന്ന് രാജാവ് കൊടുക്കുന്ന ശിക്ഷ വധശിക്ഷ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വധിച്ചത്. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഈ ലോകത്തില് നന്മയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, വിശുദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ലോകപാലന്മാര് എല്ലായിടും ലോകപാലന്മാര് ഇങ്ങനെ നടക്കും ബാലി. ആയുധവും ധരിച്ച് ഈ ലോകത്തിലെ നന്മയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. ഏറെ പറഞ്ഞു പോകായികവരോടിതും പാപത്തിനായി വരും പാപികൾക്ക് ഏറ്റവും യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കാണ് ബാലിക്ക് താൻ ചെയ്ത തെറ്റെന്താണെന്ന് ബോധ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചിത്തം വിശുദ്ധമായി. ഭഗവാന്റെ അസ്ത്രം കൊണ്ടപ്പോൾ തന്നെ ആ മലിന രക്തമൊക്കെ ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോയി. ബാലിയുടെ ചിത്തം ശുദ്ധമായി. ബാലി വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, സുഗ്രീവനോട് മാപ്പപേക്ഷിക്കുന്നുണ്ട്. തെറ്റ് പറ്റിപ്പോയി അനുജ, നീ എന്നോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് ആ തൻ്റെ മാല, തൻ്റെ അച്ഛൻ നൽകിയ മാല, അത് വേണമെങ്കിൽ ബാലിക്ക് വേണമെങ്കിൽ തൻ്റെ സ്വന്തം പുത്രനായിട്ടുള്ള അങ്കദന് വേണേ കൊടുക്കാമായിരുന്നു. പക്ഷേ ബാലി അത് ചെയ്തില്ല. കാരണം തൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു തെറ്റാണ് താൻ ചെയ്തതെന്ന് ഇപ്പോൾ രാമൻ പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട അനുജനായിട്ടുള്ള സുഗ്രീവനോട് മാപ്പപേക്ഷിച്ചിട്ട് പറയുകയാണ്, തെറ്റ് പറ്റിപ്പോയി സുഗ്രീവ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കഴുത്തിലുള്ള മാല എടുത്ത് ആ സുഗ്രീവൻ അണിയിച്ചു കൊടുക്കുന്നുണ്ട് ബാലി. എന്നിട്ട് പറയുകയാണ്, അങ്കദനെ നീ നോക്കിക്കൊള്ളണേ സുഗ്രീവ. എൻ്റെ മകനെ ഞാൻ എങ്ങനെയാണോ പരിപാലിച്ചത് അതുപോലെ തന്നെ നിന്റെ സ്വന്തം പുത്രനായിട്ട് നീ പരിപാലിക്കണം. അതുപോലെ തന്നെ താരയെ ഞാൻ എങ്ങനെയാണോ സംരക്ഷിച്ചത് അതുപോലെ തന്നെ നീയും സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്.
ഭഗവാനോട് മാപ്പപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാലി പറയുകയാണ്, അങ്ങനെ ആ ചിത്തവിശുദ്ധി ഭവിച്ച ആ കവീന്ദ്രൻ മനസ്സിലായി രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ നിദം മമാപരാധം ക്ഷമിക്കണമേ. അപ്പോൾ ബാലിക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ രാമൻ നാരായണനാണെന്ന് അല്ലേ. അങ്ങനെ ആ ഉള്ളിലുള്ള ആ ദുഷ്ഭാവങ്ങളൊക്കെ പോയി സംഭ്രമങ്ങളെല്ലാം അകന്നു ഭക്തിയോടുകൂടി നമസ്കരിച്ചു. വന്ദിച്ചിട്ട് പറയുകയാണ്, ഭഗവാനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു, എൻ്റെ അപരാധം ക്ഷമിക്കണമേ ഭഗവാനെ, തെറ്റ് പറ്റിപ്പോയി രാമ, അറിഞ്ഞില്ല ഇത്രയും വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്നുണ്ട് ബാലി. ബാലിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ബാലി വളരെ കർക്കശ സ്വഭാവക്കാരനാണ്. തെറ്റാണ് ചെയ്യുന്നതെന്ന് ഒരാൾ പറഞ്ഞാൽ ബാലി അത് അംഗീകരിക്കില്ല. താൻ ചെയ്തത് തെറ്റാണെന്ന് സ്വന്തമായിട്ട് ബാലിക്ക് തോന്നിയാൽ മാത്രമേ ബാലി അത് അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ അത് ബോധ്യം വന്നത് കൊണ്ടാണ് രാമന്റെ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചിട്ട് ബാലി കരയുന്നത്. തെറ്റ് പറ്റിപ്പോയി, എൻ്റെ അപരാധം ക്ഷമിക്കണമേ ഭഗവാനെ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസ്സേ കാരുണ്യമോടും ക്ഷമിക്കണം. രാമ മഹാഭാഗ രാഘവ, ഭഗവാനെ അങ്ങ് നാരായണനാണ്, എനിക്കറിയാം. ഞാൻ അറിയാതെ പറഞ്ഞതാണ് അങ്ങയോടുള്ള ഇതെല്ലാം, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. മനസ്സേ, അങ്ങയുടെ മനസ്സിൽ എന്നോട് കാരുണ്യമുണ്ടാകണം ഭഗവാനെ, എന്നോട് ക്ഷമിക്കണം. ബലി വീണ്ടും വീണ്ടും പറയുകയാണ്, നിന്തിരുമേനയും കണ്ടു കണ്ടാശു നിന്നന്തികേ താപകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തൊന്നു ചൊല്ലാവതും. ഭഗവാനെ, അവിടുത്തെ ആ പൊൻതിരുമേനി കണ്ട് ഭഗവാനെ നിന്റെ അടുത്ത് കിടന്ന് നിന്റെ അസ്ത്രം കൊണ്ട് ദേഹം ഉപേക്ഷിക്കാനായിട്ട് ഈ ശരീരം ഉപേക്ഷിക്കുന്നതിനുള്ള യോഗം വന്നത് എന്ത് ഭാഗ്യമാണ്. എനിക്കിതിലും വേണ്ടി ഞാൻ എന്ത് ഭാഗ്യമാണ് ചെയ്തത്, അത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. സാക്ഷാൽ മഹായോഗികൾക്ക് കൂടി ദുർലഭമാണ്. എത്രയോ കാലങ്ങള്, എത്രയോ യുഗങ്ങള് മഞ്ഞും വെയിലും മഴയും കൊണ്ട് ശീതവും ഉഷ്ണവും അനുഭവിച്ച് ആ യോഗികൾ ഭഗവാനെ തപസ് ചെയ്യുന്നു. ഭഗവാന്റെ ഒരു ദർശനത്തിന് വേണ്ടി. പക്ഷെ അവർക്കാർക്കും സിദ്ധിക്കാത്ത ഒരു മഹാഭാഗ്യമല്ലേ ഭഗവാനെ അവിടുന്ന് എനിക്ക് തന്നത്. ഇതിൽ പരം ഭാഗ്യം ഞാൻ എന്താണ് ചെയ്തത് ഭഗവാനെ? അവിടുത്തെ ആ പൊൻതിരുമേനി കണ്ടുകൊണ്ട്, അവിടുത്തെ ശരമേറ്റുകൊണ്ട്, അവിടുത്തെ അടുത്ത് ഇരുന്ന് ദേഹം ഉപേക്ഷിക്കുന്നതിന് എനിക്ക് യോഗം വന്നല്ലോ ഭഗവാനെ. തവ ദർശനം ശ്രീപദേ സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം. സാക്ഷാൽ യോഗികൾക്ക് പോലും ദുർലഭമാണ് ഭഗവാനെ അവിടുത്തെ ദർശനം. മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. ശ്രീപതിയാണ് ഭഗവാൻ, ശ്രീയുടെ പതിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ മരിക്കുന്ന സമയത്ത് ഭഗവാനുള്ള ദർശനം മോക്ഷപ്രദമാണ്. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു
മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടമ്പോടും നിന്നുടെ സായകം കൊണ്ട് മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകം ഇത് ഉണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. ഭഗവാനെ, അങ്ങയുടെ നാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സർവസന്താപങ്ങളും ഇല്ലാതാക്കി ചൊല്ലുന്ന പുരുഷന് മോക്ഷം ലഭിക്കും. ഭഗവാനെ, അവിടുത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ സായകം നെഞ്ചിൽ ധരിച്ചുകൊണ്ട് മരിക്കാനുള്ള അവകാശം ഉണ്ടായത് ഭഗവാനെ എൻ്റെ ഭാഗ്യമൊന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത് ഭഗവാനെ? നാരായണൻ നിൻ തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മീ ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജന്മുന്നമർദ്ദിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. ഭഗവാനെ, അവിടുന്ന് നാരായണനാണ്, ജാനകി ലക്ഷ്മി ഭഗവതിയാണ്. നിങ്ങൾ അവതരിച്ചത് ആ പങ്ക്തികണ്ഠനെ, ആ രാവണനെ നിഗ്രഹിക്കാനാണ്. അങ്ങനെ ആരാണ് ആ പത്മജൻ? ആ സാക്ഷാൽ ബ്രഹ്മദേവൻ ഭഗവാനോട് ചോദിച്ചത് കൊണ്ടാണ് ഭഗവാനെ അവിടുന്ന് ഇവിടെ വന്ന് അവതരിച്ചതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. ഭഗവാനെ, ഞാൻ നിന്റെ ലോകത്തിലേക്ക് പോവുകയാണ് ഭഗവാനെ. ഇത്ര കാരുണ്യം നിന്നെ പോലെ ആർക്കുണ്ട് ഭഗവാനെ? അങ്ങനെയുള്ള ഭഗവാനെ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എന്നോടു തുല്യബലനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. എന്നോട് തുല്യബലമാണ് എൻ്റെ പുത്രൻ അംഗദനുള്ളത്. അവനോട് അങ്ങക്ക് എന്നും എന്നോട് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ആ അംഗദനോട് അങ്ങക്ക് എപ്പോഴും ഒരു സ്നേഹമുണ്ടായിരിക്കണേ. അർക്കതനയനും അംഗദബാലനും ഒക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. ഈ അർക്കതനയനും സുഗ്രീവനും ഈ അംഗദനും എല്ലാവരും എനിക്ക് തുല്യന്മാരാണ്. അവരെ കൈക്കൊള്ളണമേ വേണ്ട പോലെ. അമ്പും പറിച്ചു തൃക്കൈകൾ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം. ഭഗവാനെ, ഈ അസ്ത്രങ്ങൾ എടുത്തിട്ട് പറിച്ചിട്ട് അവിടുത്തെ ആ തൃക്കൈ കൊണ്ട് അടിയനെ ഒന്ന് തലോടുമോ ഭഗവാനെ എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. അങ്ങനെ ആ ഭഗവാൻ ആ ബാണം പറിച്ചിട്ട് ആ ബാലിയെ തലോടി. എന്നിട്ട് മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും. അങ്ങനെ ആ ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് ആ ബാലിയുടെ വക്ഷപ്രദേശം നന്നായി ആ തലോടി. അങ്ങനെ ആ ഭഗവാന്റെ മടിയിൽ തലവെച്ച് ഉത്തമാംഗത്തെ ഭഗവാന്റെ മടിയിൽ വെച്ച് ഭഗവാന്റെ കൈയുടെ തലോടലേറ്റുകൊണ്ട് ഭഗവാന്റെ ആ തിരുമുഖ ദർശനം കണ്ടുകൊണ്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ വാനരൻ എന്ത് സുഹൃതമാണ് ഇതിൽ പരം ചെയ്തത്. അങ്ങനെ ആ ബാലി തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. പറയുകയാണ്, യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. ആ യോഗീന്ദ്രന്മാർക്ക് പോലും ഉണ്ടാവാത്ത ആ ഭഗവത്പദം ബാലി, ആ പദമാണ് ബാലിക്ക് ലഭിച്ചത്. രാമനായൊരു പരമാത്മനാ ബാലി
രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടോടി വേഗേന പുക്കിത് കിഷ്കിന്ധയായ പുരീയാജിരെ. അങ്ങനെ ആ ബാലി മരിച്ച വൃത്താന്തങ്ങളൊക്കെ ബാക്കി ആ കിഷ്കിന്ധയിലുള്ള വാനരന്മാരെല്ലാം അറിഞ്ഞു. അപ്പോൾ അവർ ഓടിച്ചെന്ന് ഭയത്തോട് അവർ കിഷ്കിന്ധയുടെ ആ കോട്ടവാതിൽ കിടങ്ങുകളെല്ലാം അടച്ചു വേഗം. എന്നിട്ട് താരയോട് പറഞ്ഞു, നമ്മുടെ രാജാവ് സ്വർലോകവാസിയായി വന്ന് കപീശ്വരൻ ശ്രീരാമസായകമേറ്റൊരണാചിരെ താരെ കുമാരനെ വാഴിക്ക വൈകാതെ. രാജാവ് സ്വർലോകത്തിലേക്ക് പോയി ഭഗവാന്റെ കൈകൾ കൊണ്ട്, ശ്രീരാമൻ്റെ കൈകൾ കൊണ്ട് ശ്രീരാമൻ്റെ സായകമേറ്റ് യുദ്ധത്തിൽ അങ്ങനെ അദ്ദേഹം തിരികെ പോയി. അതുകൊണ്ട് കുമാരനെ അംഗദനെ എത്രയും പെട്ടെന്ന് രാജാവായിട്ട് വാഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബാലി മരിച്ച ആ ഒരു വൃത്താന്തം കേട്ടതും താരയ്ക്ക് അടങ്ങാത്ത ആ ഒരു ദുഃഖവും കൊണ്ട് കണ്ണുനീര് വാർത്ത് ആ നെഞ്ചത്ത് ഇടിച്ചുകൊണ്ട് ഗദ്ഗദവാച പറഞ്ഞു പലതരം കണ്ഠമിടറിക്കൊണ്ട് പറയുകയാണ്, എന്തിനെനിക്കിനി പുത്രനും രാജ്യവും, എന്തിനു ഭൂതലവാസവും മേ വൃഥ. എന്തിനാണ് എനിക്കിനി രാജ്യവും, എനിക്കെന്തിനാണ് പുത്രൻ, എനിക്കെന്തിനാണ് ഈ ഭൂമിവാസം, വെറുതെ ഞാൻ എന്തിനാണ് ഇനി ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത്, എന്തിനാണ്? ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. എൻ്റെ ഭർത്താവിനോടുകൂടി ഞാനും മൃത്യുലോകത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ രക്തമണിഞ്ഞു കിടക്കുന്ന ആ ഭർത്താവിൻ്റെ ശരീരം കണ്ട് മോഹം കൊണ്ട് പുത്രനോടും കൂടെ ഏറ്റവും വിവശയായി വീണതു ചെന്നു പാദാന്തികേതാരെയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. അങ്ങനെ ആ ഭർത്താവിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ടുകൊണ്ട് ആ അംഗദനോടും കൂടി വളരെ കണ്ണുനീരോടുകൂടി ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ വീണ് നമസ്കരിച്ചിട്ട് പറയുകയാണ്, ബാണമെയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന് പൊറാ പിരിഞ്ഞാലടോ. എന്നെയും കൂടെ കൊല്ലോ രാമ നീ, എൻ്റെ പ്രാണനാഥന് എന്നെ പിരിഞ്ഞാൽ സഹിക്കാൻ കഴിയുകയില്ല. എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാനഫലം നിനക്കും വരും. എൻ്റെ ഭർത്താവിനോടുകൂടി മരണത്തിലേക്ക് പോകാൻ നീ ഒരസ്ത്രം ചെയ്ത് എന്നെയും കൊല്ലൂ രാമ. അങ്ങനെയാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ എന്നെയും കൂടെ അയച്ചാൽ നിനക്ക് ഒരു കന്യകാദാനം ചെയ്ത ഫലം നിനക്ക് കിട്ടും. നിനക്കറിയില്ല രാമ ആ ഭാര്യാവിയോഗജ ദുഃഖം, നിനക്കറിയില്ലേ രഘുപതേ. അങ്ങനെ വ്യഗ്രവും തീർത്തൊരുമയുമായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. അതുകൊണ്ട് നിന്റെ സുഗ്രീവ നിനക്കിപ്പോൾ സന്തോഷമായല്ലോ, നീ സുഖമായിട്ട് പോയി ആ രുമയുമായിട്ട് രാജ്യഭോഗങ്ങളെല്ലാം അനുഭവിച്ച് നീ വാഴൂ എന്നൊക്കെ പറയുകയാണ്. യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്ന താരയോടായിട്ട് ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. ആ തത്വജ്ഞാനം കൊണ്ട് ഉപദേശിക്കുകയാണ് ഇവിടെ ഭഗവാൻ. ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടാനായിട്ട് തൻ്റെ ഭർത്താവിനെ മരിച്ചുപോയത് കൊണ്ടുള്ള ദുഃഖം താരയ്ക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ട് താരയെ തത്വജ്ഞാനങ്ങൾ കൊണ്ട് ഭഗവാൻ ഉപദേശിക്കുന്നതാണ്. നാളെ നമുക്ക് കേൾക്കേണ്ടത് താരോപദേശം. എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുകയാണ്. ഇന്ന് സജ്ജനങ്ങളോടായിട്ടുള്ള ഒരു ചോദ്യം, ഭഗവാന്റെ കഥ ഒന്നുകൂടി ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഏത് അസ്ത്രം പ്രയോഗിച്ചിട്ടാണ് ബാലിയെ വധിച്ചത്? ശരി ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയമുരുകി പ്രാർത്ഥിക്കുകയാണ്. ജയ് ശ്രീറാം.